വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഉണ്ടാക്കാൻ വെറും 3 ചേരുവകൾ മാത്രം മതി കേട്ടോ. കുട്ടീസിനും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കട്ട ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ്. 250 ml കപ്പിനാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അവലാണ് വേണ്ടത്. നമുക്ക് വെള്ള അവലോ എടുക്കാം, മട്ട അവലോ എടുക്കാം. ഞാനിപ്പോൾ റെഡ് അവലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒരു തേങ്ങയൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ, അതായത് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ ഇത്. എന്നിട്ട് ഇത് പായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അവല് വറുക്കാനെടുത്ത അതേ പാനിലേക്ക് തന്നെ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടെ നന്നായി വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അതിൻ്റെ മേൽഭാഗം മാത്രം മുരിഞ്ഞു പോവും, ഉള്ളു വേവാതെ ആയി പോവും. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഇത് പായ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്തിട്ട് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം നമുക്ക്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച അവലും തേങ്ങയും കൂടെയുള്ള മിക്സ് ഒന്ന് അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ തരിതരയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ഫൈനായിട്ട് വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. ഞാനിപ്പോൾ വലുതായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല. വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം കേട്ടോ. അത് ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. പിന്നെ ആ ജാറിലേക്ക് തന്നെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതും ഒരു തരിതരി പോലെയാണ് പൊടിച്ചിരിക്കുന്നത്. ഫൈനായിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിക്കാം. ഇവിടെ എല്ലാവർക്കും കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഫൈനായിട്ട് പൊടിക്കാത്തത്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച അവലും തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടലയുടെ പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പരുവത്തിലേക്കാകുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് കൊണ്ടാണ് ഇത്ര ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു 1/2 കപ്പ് മുഴുവനായിട്ടുള്ള നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ ആകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഉരുളകളാക്കി എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന ഒരു അടപ്പെടുത്തിട്ടുണ്ട്. നല്ലൊരു ഷേപ്പ് കിട്ടാനാണ് ഇത് എടുത്തത്, ഈ അടപ്പെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഉരുളകളാക്കി കൊടുത്താലും കുഴപ്പമില്ല. ഈ അടപ്പെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അതിലേക്ക് നിറച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇതിൽ വെണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല. അത് പീനട്ടിൻ്റെ ഒരു എണ്ണമയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് തട്ടിയാൽ തന്നെ വരും കേട്ടോ. ഇതുപോലെ ഉണ്ടാവും ഷേപ്പ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് അതെടുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, കുട്ടീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. ഇതിൽ പീനട്ടൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ
നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.